The next point which we are going to deal with is potential energy due to 2-point charges. 2-point ചാർജുകൾ കാരണം ഉണ്ടാകാൻ പോകുന്ന പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന വാക്ക് കേട്ടാൽ പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള ഡിഫറൻസ് ഓർക്കേണ്ടതാണ്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ്, അതുകൊണ്ടാണ് വർക്ക് ഡൺ ബൈ ചാർജ് W/Q എന്ന് വരുന്നത്. എന്നാൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് മൂവിങ് എ ചാർജ് ഫ്രം ഇൻഫിനിറ്റി, അല്ലേ? യൂണിറ്റ് ചാർജ് അല്ല, ഒരു ചാർജിനെ കൊണ്ടുവരണം. പക്ഷെ ഒരു പോയിന്റ് ടു അനദർ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യണില്ല. നമ്മൾ എവിടെ നിന്ന് കൊണ്ടുവരാൻ പോണ ഇൻഫിനിറ്റിന്ന്, അല്ലേ? ഒരു പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി കൺസിഡർ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ബ്രിങ് എ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്, റൈറ്റ്? അപ്പോൾ പോയിന്റ് നമ്മൾ പറയേണ്ടത്. സോ വി ആർ ഗോയിങ് ടു കൺസിഡർ 2 points, ഗൈസ്. ഐ ഹവ് ഡ്രോൺ ഇറ്റ് അഗെയിൻ. ഇനീഷ്യലി ഞാൻ വരച്ചിട്ടുള്ളതാണ്. ദർ ആർ 2 points A and B and I want to bring a charge Q1 from infinity to point A. Now tell me, do I need to do some work to bring a charge Q1 from infinity to point A? No, you need not. എന്തുകൊണ്ടാണ്? ഞാനൊരു ചാർജിനെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് വല്ല ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സിനെ അപ്ലൈ ചെയ്യണ്ടൂ, അല്ലേ? നേരത്തെ കേസിൽ ഓർമ്മ ഉണ്ടായി, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരു ഡയറക്ഷനിലുണ്ടായിരുന്നു. സപ്പോസ് ദിസ് ഇസ് എ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, right? And charge is there means this charge will move in this direction itself and that force will be in this direction. ഈ ചാർജിനെ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് നീക്കണമെങ്കിലാണ് എനിക്ക് വർക്ക് ചെയ്യേണ്ടത്, റൈറ്റ്? ഒഴുക്കിനനുസരിച്ച് നീന്താൻ എളുപ്പമാണ്, ഒഴുക്കിനെതിരെ നീന്താനാണ് ബുദ്ധിമുട്ട്, അല്ലേ? സോ ടു മൂവ് ദ ചാർജ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഈസ് ഡിഫിക്കൾട്ട്, റൈറ്റ്? ബട്ട് ഹിയർ ദർ ഇസ് നത്തിങ് ഓപ്പോസിങ്, അതായത് ഒഴുക്കേ ഇല്ല. ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസേ ഇല്ല. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വേണമെന്നുണ്ടെങ്കിൽ ചാർജ് വേണം. ഇവിടെ ഒരു ചാർജിനെ കൊണ്ടുവന്ന് വെക്കാനല്ലേ പോകുള്ളൂ. വെക്കാൻ പോകുന്ന സ്ഥലത്ത് എഗെയിൻസ്റ്റ് നിൽക്കാൻ വല്ല ചാർജ് ഉണ്ടോ? ഇല്ല. സോ ദർ ഇസ് നോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ, സോ ദർ ഇസ് നോ എഫ്. സോ ഒഴുക്കേ ഇല്ല. അപ്പോൾ സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ഒരു നദിയിലേക്ക് ഒരു കല്ലെറിയാൻ സുഖമാണ്, റൈറ്റ്? സോ സിമിലർലി ഇറ്റ് ഇസ് വെരി ഈസി ടു മൂവ് എ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു പോയിന്റ് എ ബിക്കോസ് ദർ ഇസ് നോ ഒപ്പോസിഷൻ. ക്ലിയർ ആവുണ്ടല്ലോ? അപ്പോൾ പൊസിഷൻ ഇല്ലാത്ത സ്ഥിതിക്ക് വി ആർ നോട്ട് ഡൂയിങ് എനി വർക്ക്. സോ വർക്ക് ഡൺ ഓൺ Q1, അല്ലേ? സപ്പോസ് ദാറ്റ് ഇസ് WA is 0. ക്ലിയർ ആവുണ്ടെങ്കിൽ വി ആർ നോട്ട് ഡൂയിങ് എനി വർക്ക് ടു ബ്രിങ് എ ചാർജ് Q1 ഫ്രം ഇൻഫിനിറ്റി ടു പോയിന്റ് A. പക്ഷേ നൗ ഐ വാണ്ട് ടു ബ്രിങ് എൻ അനദർ ചാർജ്, സേ Q2, from again infinity to point B. Now say, is there any work done or not? Obviously there is a work done because അവിടെ opposition കൊടുക്കാൻ ഓൾറെഡി എയിൽ അവിടെ പാര് കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട്, Q1 കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട്. അപ്പോൾ Q1 എന്ത് ചെയ്യും? അപ്പോസ് ചെയ്യും. Because both of them suppose they both Q1 and Q2 are plus charge. Obviously if we are bringing up Q2 charge at point B, Q1 due to positive nature it will repel. അപ്പോൾ Q2നെ അവിടെ ഇരുത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ I have to do an external work to make sure that Q2 remains at B. So I will be doing a work, അല്ലേ? അപ്പോൾ ഈ Q1 നേരത്തെ ഓർമ്മ ഉണ്ടോന്നിരിക്കില്ല, ഇതിപ്പോൾ Q2 അല്ലേ എത്താൻ. സപ്പോസ് ദ ഡിസ്റ്റൻസ് RAB, ഇവർ നമ്മുടെ ഡിസ്റ്റൻസ് RAB ആണിരിക്കുക, അല്ലേ? ക്ലിയർ ആവുമ്പോഴേക്കിന് നൗ സാധാരണഗതിയിൽ Q1 കാരണമുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് ഈ ഡയറക്ഷനിൽ. Now if I want to move charge from Q2 to Q1, അല്ലെങ്കിൽ this point to this point, means I have to apply an external force in this direction. ഇതൊക്കെ ഞാൻ ക്ലാസ് എടുത്ത് കഴിഞ്ഞതാണ് കേട്ടോ. സോ ദർ വിൽ ബി എ വർക്ക് ഡൺ ഓൺ Q2, റൈറ്റ്? സോ വാട്ട് ഇസ് വർക്ക് ഇക്വേഷൻ ഓർ വർക്ക് പെർ യൂണിറ്റ് ചാർജ്? ഇത് നമ്മൾ കുറേ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് W is equal to Q into V. നൗ ഗൈസ്, ഇവിടെ 2 പോയിന്റ് ഉണ്ടെങ്കിൽ അവിടെ V പൊട്ടൻഷ്യൽ ആയിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അല്ലേ? ഐ എം മൂവിങ് എ ചാർജ് ഫ്രം B to A means that a work is done from one point to another, right? So one point to another ആണെങ്കിൽ അവിടെ എന്താ ഉണ്ടാവുക? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points. ക്ലിയർ ആവുണ്ടെങ്കിൽ. പക്ഷേ ഇവിടെ നമ്മുടെ സിനാറിയോ മാറി. ഇവിടെ ഞാൻ B to A അല്ല വയ്ക്കണേ, ഞാൻ എന്ത് ചെയ്യണേ? ഇൻഫിനിറ്റി ടു ബിയും ഇൻഫിനിറ്റി ടു A. ഇൻഫിനിറ്റി ടു എന്റെ കേസ് കഴിഞ്ഞു. നൗ വി ആർ ഗോയിങ് വാട്ട്? ഇൻഫിനിറ്റിന്ന് ബിയിലേക്ക്, അല്ലേ? അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ A and B ആണോ വരിക? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ബി ആണോ വരിക? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ബി എന്ന് വരും. സോ ഇഫ് ഐ റൈറ്റ് ദ ഇക്വേഷൻ ഹിയർ, ക്ലിയർ? W is equal to ചാർജ് ആരെ കൊണ്ടുവന്നിരിക്കുന്നത്? Q2നെ.
So it is Q2 into V ന്റെ അവിടെ എന്ത് എഴുതും? VB minus V infinity. അല്ലേ? ഇതല്ലേ ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. What is V infinity? I have told you potential at infinity is 0. So W is equal to Q2 into VB എന്ന് വരും. ക്ലിയർ ആകുമ്പോഴേക്കിന് ലീവ് ഇറ്റ്. അത് നമുക്ക് ആവശ്യമുണ്ട്. ഈ ഡബ്ല്യുവിന് ഞാൻ ഒരു സുഖത്തിന് വേണ്ടി WB എന്ന് എഴുതാം. പക്ഷേ ബീൻ്റെ അവിടുത്തെ വർക്കല്ല ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണേ. റൈറ്റ്. സോ Q2. What is VB? That is potential at B. What is the equation for potential? K into or 1/4π into charge. ഏത് ചാർജ് എഴുതുക? Q2 ആണ് എഴുതുക? അല്ല, ഞാൻ Q2നെ ബിയിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ഇറ്റ് ഈസ് ഇൻ ദ പ്രസൻസ് ഓഫ് Q1. സോ ഹൂസ് പൊട്ടൻഷ്യലിൻ്റെ ഏരിയയിലാണ് ബീനെ കൊണ്ടുവന്നിരുത്താൻ പോണത്, അല്ലെങ്കിൽ Q2നെ കൊണ്ടുവന്നിരുത്താൻ പോണേ? എൻ്റെ അവിടെയുള്ള ചാർജ് അതാരാണ് പൊട്ടൻഷ്യൽ കോസ് ചെയ്യണത്? Q1 ആണ്. സോ ഇറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു Q1. And what is the distance between the 2 points? It is RAB. Clear ആവുമ്പോഴേക്കിന് റൈറ്റ്. സോ കോസ് ഈ കെനൊക്കെ നമുക്ക് കോൺസ്റ്റന്റ് മര്യാദയ്ക്ക് എഴുതാം. സോ കെ ബിക്കംസ് 1/4πε0 Q1 Q2 divided by RAB. Clear? That is the work done. So what work has been done? We are moving charges Q1 and Q2, right? And we are moving what charge from which point? Q2 is moved from infinity to point B. അല്ലേ? അതല്ലേ W ഇവിടെ അല്ലെങ്കിൽ WB എന്ന് എഴുതി ഉദ്ദേശിച്ചത്. സോ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ വർക്ക് ഡൺ ടു മൂവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് ഇസ് നോൺ ആസ് പൊട്ടൻഷ്യൽ എനർജി. സോ WB എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ ശരിക്കും? പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി ആണ്. ക്ലിയർ ആവുമ്പോഴേക്കിന് സോ ടോട്ടൽ വർക്ക് ഡൺ ഈ മൊത്തം സിസ്റ്റം എടുക്കുകയാണെങ്കിൽ എന്താ? WA പ്ലസ് WB. WA 0 ആണ്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സിസ്റ്റം ഓഫ് ചാർജസ് എന്താണ് വരിക? ഈ ഇക്വേഷൻ തന്നെയാണ് വരിക. ഇറ്റ് ഇസ് 1/4πε0 Q1 Q2 by R. RAB എന്ന് പറഞ്ഞാൽ 2 പോയിന്റുകൾ നമുക്ക് ക്ലിയർ ആയി വിചാരിക്കുന്നു. റൈറ്റ്. സോ വിൽ ഗോ ഫോർ ദ നെക്സ്റ്റ് ഡെറിവേഷൻ. റൈറ്റ്. Now guys, നെക്സ്റ്റ് ഡെറിവേഷനിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിന് മുമ്പ് കുറച്ച് കൺഫ്യൂഷൻസ് വരുന്ന കാര്യങ്ങൾ ഇത് തിയറി ഒന്ന് ബേസ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊട്ടൻഷ്യൽ ഒരു സിംഗിൾ ചാർജിനാണ് പറയുക. പക്ഷെ പൊട്ടൻഷ്യൽ എനർജി എപ്പോഴും 2 ചാർജുകൾ 2 കൂടുതൽ ചാർജസിനെ പറയുക. ഓർ ഐ വിൽ സേ പൊട്ടൻഷ്യൽ എനർജി ഓൾവേസ് ഡീൽസ് വിത്ത് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിനെ വെച്ചിട്ടാണ്. ആ സിസ്റ്റത്തിൽ 2 കൂടുതലോ 1 കൂടുതൽ ആൾക്കാരുണ്ടാവുക. എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. ഇപ്പോൾ സാധാരണഗതിയിൽ ഇതൊരു സപ്പോർട്ടാന്ന് വിചാരിക്കുക. ഒരു സപ്പോർട്ട്. ആ സപ്പോർട്ടിൽ ഒരു സ്പ്രിങ് ഉണ്ടെന്ന് വിചാരിക്കുക. റൈറ്റ്. ഈ സ്പ്രിങ്ങിന് ഞാനൊരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്പ്രിങ് എന്താവും? ചുരുങ്ങും അല്ലേ? സപ്പോസ് ചുരുങ്ങി ഇങ്ങനെ വിചാരിക്കുക. റൈറ്റ്. അതായത് ചെയ്ത ഈ ഫോഴ്സ് അല്ലെങ്കിൽ ചെയ്ത ഈ വർക്ക് ഇതിലെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ഇപ്പം സേവ് ആയിട്ടിരിക്കുകയാണ്. വൺസ് ഐ റിമൂവ് ദിസ് ഫോഴ്സ്, ദിസ് സ്പ്രിങ് പോപ്സ് അപ്പ് അല്ലെങ്കിൽ തിരിച്ച് പഴയ രൂപത്തിലേക്ക് വരും. സോ ദാറ്റ് ദ സ്റ്റോർഡ് പൊട്ടൻഷ്യൽ എനർജി വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു വാട്ട്? കൈനറ്റിക് എനർജി. ഇത്രയും ക്ലിയർ ആണുള്ളത് നമുക്ക് അറിയണ കേസുകളാണ്. ഇനി എന്തിലേക്കാണ് അത് വരുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ സപ്പോർട്ട് ഞാൻ എടുത്ത് കളഞ്ഞു എന്ന് വിചാരിക്കുക. സപ്പോർട്ട് ഇല്ലാന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് സ്പ്രിങ് തിരിച്ച് വരുമല്ലോ അല്ലേ? അപ്പോൾ ഇനീഷ്യലി ഈ ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന് കൺസിഡർ ചെയ്തപ്പോൾ ഈ സപ്പോർട്ട് ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റൈറ്റ്. സോ അപ്പോൾ നമ്മളെന്ന് വിചാരിക്കുക ഇത് പോയി കഴിഞ്ഞാൽ ഈ ഇത്രയും പ്രക്രിയ നടക്കില്ല എന്ന് വിചാരിച്ചു. ആണോ? അല്ല. ഈ സപ്പോർട്ട് ഇല്ലെങ്കിലും ഈ സ്പ്രിങ്ങിനെ നിനക്ക് വലിക്കാം. You can compress it, you can expand it. Once that force is removed, it comes to its initial position. There is conversion of energy, potential energy, kinetic energy, total energy, എല്ലാം കൺവേർഷൻ നടക്കുന്നുണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നടക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഒരേ ഒരു പോയിന്റേ ഉള്ളൂ. ഈ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പോയിന്റിൽ നിൽക്കണതല്ല. ഇറ്റ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ സ്പ്രിങ്. എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഈക്വലി എല്ലായിടത്തും ഒരേ പോയിന്റിലും ഒരേ ടൈപ്പ് എനർജിയാണ് ഇരിക്കുന്നത്. സിമിലർലി ആണ് നമ്മുടെ പ്രീവിയസ് കേസിൽ നമ്മൾ 2 പോയിന്റ് എടുത്തു. എയും ബിയും എന്ന് പറഞ്ഞിട്ട് 2 പോയിന്റ് എടുത്തു. വെൻ യു കൺസിഡർ പൊട്ടൻഷ്യൽ എനർജി ഇറ്റ് ഈസ് ഫോർ ദിസ് എൻറ്റയർ സിസ്റ്റം. ഒരു സിംഗിൾ പോയിന്റിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഫോർ എ സിംഗിൾ സിസ്റ്റം.
ക്ലിയർ ആകുമ്പോഴേക്കിന് ഇനി ഇതിൽ കൂടുതൽ 3, 4 പോയിന്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പോയിന്റ്സ് ആകുമ്പോൾ അത് ആഡ് ചെയ്ത് വരണമെന്നേ ഉള്ളൂ. ക്ലിയർ ആകുമ്പോഴേക്കിന് ഇതിലത്തെ ഒരു പോയിന്റിലത്തെ ഏതെങ്കിലും കണക്ഷൻ പോയി എന്ന് വിചാരിച്ചിട്ട് പൊട്ടൻഷ്യൽ എനർജി ഇസ് നോട്ട് ലോസ്റ്റ്. ക്ലിയർ ആകുമ്പോഴേക്കിന് പൊട്ടൻഷ്യൽ എനർജി ഇസ് ഓൾവേസ് കൺസേർവ്ഡ്. റൈറ്റ്? ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് ഡെറിവേഷനിലേക്ക് പോവാം. ദാറ്റ് ഈസ് നെക്സ്റ്റ് വി വിൽ ഗോ ഫോർ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു 3 പോയിന്റ് ചാർജസ്. 3 പോയിന്റ് ചാർജസ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 3 പോയിന്റ് ചാർജസിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ സിംഗിൾ പോയിന്റ് കൺസിഡർ ചെയ്യും. ദെൻ വിൽ കൺസിഡർ 2 പോയിന്റ് സിസ്റ്റം. ദെൻ വിൽ ഗോ ഫോർ 3 പോയിന്റ് സിസ്റ്റം. അപ്പോൾ ഒരു ചെറിയ ഏരിയ നമുക്കിവിടെ വെക്കേറ്റ് ചെയ്ത് വെക്കാം. ഐ ഹാവ് ടു ഡ്രോ ഇറ്റ് ഗൈസ്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബിഫോർ ഡ്രോയിങ് ഐ എം ഗോയിങ് ടു കൺസിഡർ എ പോയിന്റ് എ. വി ആർ ഗോയിങ് ബാക്ക് കേട്ടോ. ഇത് നേരത്തെ നമ്മൾ ഈ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്ത് അതേ ഭാഗത്തേക്ക് തന്നെ പോവുക. പോയിന്റ് എ ഞാൻ കൺസിഡർ ചെയ്യാണ്. ആ പോയിന്റ് എയിലേക്ക് എവിടെ നിന്നാണ് നമുക്ക് ചാർജിനെ കൊണ്ടുവരേണ്ടത്? ഇൻഫിനിറ്റിന്ന് അല്ലേ. സപ്പോസ് ദിസ് ഇസ് Q1, ഇറ്റ് ഇസ് അറ്റ് ഇൻഫിനിറ്റി. ഐ എം ഗോയിങ് ടു ബ്രിങ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു പോയിന്റ് എ. റൈറ്റ്? Now again the question, ഞാൻ അതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണം. ഡു ഐ നീഡ് ടു ഡു സം വർക്ക്? നോ. ഈ എനെ എതിർത്ത് നിൽക്കാനോ അല്ലെങ്കിൽ ഈ ഏരിയ മുഴുവൻ കാലിയാണ്. പിന്നെ ഈ Q1 എതിർക്കാൻ മാത്രം ഒരു ചാർജും അവിടെ ഇല്ല. അവിടെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ ഒരാളും ഇല്ല. സോ വർക്ക് ഡൺ ടു ബ്രിങ് എ ചാർജ് Q1 ഫ്രം ഇൻഫിനിറ്റി ടു അറ്റ് പോയിന്റ് എ ഈസ് നൗ 0. So I am going to write WA is equal to 0. Right? We'll leave it as it is. Now I am going to make another point. Suppose ഇവിടെയാണ് ഇരിക്കുന്നത്. Again I am going to bring a charge Q2 from infinity. അടുത്തായിട്ട് വരച്ചതാണ് കേട്ടോ. ഇൻഫിനിറ്റി വരയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ. Suppose Q2 is brought from infinity to point B. Now again my question, should I do some work? Obviously I have to do some work. Why? Because the point B is in the presence of point A, where now currently Q1 charge is residing. ഈ Q1 ചാർജ് ഇപ്പോൾ ഈ പോയിന്റിലാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ബിയിൽ ഞാൻ ഏത് ചാർജിനെ കൊണ്ടുവന്ന് വെച്ചാലും ഇറ്റ് വിൽ ബി ഇൻ ദ പ്രസൻസ് ഓഫ് ദിസ് Q1 ചാർജ്. ആൻഡ് ദിസ് Q1 is having an electric field. If it is having an electric field, it is having a potential. റൈറ്റ്? ഈ പൊട്ടൻഷ്യലിലാണ് ഞാൻ Q2 അഗേൻസ്റ്റ് ചെയ്യുക. ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഒപ്പോസിങ് ആണ്. അതിനെ ഒപ്പോസ് ചെയ്തിട്ട് വേണം വർക്ക് ചെയ്യാൻ. വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റും വന്നിട്ടുണ്ട്. റൈറ്റ്? ക്ലിയർ ആകുമ്പോഴേക്കിന് ലീവ് ഇറ്റ്. ഈ WBനെ WB is work done at B. Right? Now അത് നേരത്തെ അതേ ഇക്വേഷൻ ആണ് വരിക അല്ലേ. സപ്പോസ് ഐ എം ഗോയിങ് ടു റൈറ്റ് ഇറ്റ് ആസ് WAB എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് എ. അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ. വാട്ട് ഇസ് W? നമ്മൾ നേരത്തെ ഇതിൻ്റെ W is equal to V into Q. ഓർമ്മ ഉണ്ടോ? റൈറ്റ്. ഇനി ഇവിടെ പൊട്ടൻഷ്യൽ ആരുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലേ. ഐ എം ബ്രിങ്ങിങ് എ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു പോയിന്റ് ബി അല്ലേ. അപ്പോൾ അവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഏതാ? ഇൻഫിനിറ്റിയും ബിയും തമ്മിലാണ് അല്ലേ. ആൻഡ് വി റോട്ട് VB minus V infinity. So this becomes what? VB അല്ലേ മൈനസ് V infinity 0 അല്ലേ. Q ഏത് ചാർജിനെ ഞാൻ കൊണ്ടുവന്ന് വെക്കാൻ പോകുന്നത്? Q2 ചാർജിന്. റൈറ്റ്? ഈ VB എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ അറ്റ് B അല്ലേ. Potential at B is due to this charge. Potential at point due to a charge is given by, ormanda, what is potential at a point due to charge? It is K, 1 by 4 pi f plus 1 naught Q divided by R. ഇവിടെ Q എന്താ? പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്ന ആളാണ്. VBയുടെ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്ന ആരാണ്? എയിലുള്ള ചാർജ്. എയിലുള്ള ചാർജ് ഏതാ? Q1 ആണ്. സോ ഇറ്റ് ഈസ് K into Q1 divided by, ഇവിടെ നമ്മുടെ ഡിസ്റ്റൻസ് ഞാൻ മാർക്ക് ചെയ്തില്ല അല്ലേ. Suppose it is RAB. So it becomes what? RAB. Clear? So I'm going to write this one. Idhine ഞാൻ VB then എഴുതാം. Right? So I'm going to substitute here. That is WAB is equal to K in itself 1 by 4 pi epsilon naught. Right? Q1 by RAB into Q2. There Q2. What VB ne substitute ചെയ്തുള്ളൂ. പിന്നെ Q2 എഴുതണ്ടേ. You got an equation like this. Keep it there. Right? കഴിഞ്ഞിട്ടില്ല അല്ലേ. നമുക്കിനി മൂന്നാമത്തെ ഒരാളും കൂടി വേണം. 3 പോയിന്റ് ചാർജസ് അല്ലേ. ബീനെ മാറ്റിയിട്ട് ഞാൻ ഇവിടെ ബീനെ മാറ്റല്ല, ബി അവിടെ ഇരിക്കട്ടെ. Now I am going to bring a charge C. Now again I am going to bring a charge Q3 from infinity to point C. ഇൻഫിനിറ്റി എന്നൊരു ചാർജിനെ കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് ഈ സിയിൽ ആരൊക്കെ കാരണമുള്ള പൊട്ടൻഷ്യൽ ഉണ്ടാവും?
potential due to this point, potential due to this point, or I can say potential due to Q2 and potential due to Q1. അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യണം. ക്ലിയർ? അപ്പോൾ WCയിൽ ആരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്? എൻ്റെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്, ബിൻ്റെയും കോൺട്രിബ്യൂഷൻ. പേര് ഇതിങ്ങനെ എഴുതണ്ട. We have to write work due to Q1 and work due to Q2 അല്ലേ? ക്ലിയർ ആവുമ്പോഴേക്കിന് ഞാൻ എന്തുകൊണ്ടാണ് W വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേരിന് ഇവിടെ കൊടുത്തു കഴിഞ്ഞില്ലേ, എഴുതുമ്പോൾ ഇറ്റ് ഓഡ്. ക്ലിയർ? സോ ഇറ്റ് വിൽ ബി സമ്മേഷൻ അല്ലേ? ഇവർ തമ്മിലുള്ള കോൺട്രിബ്യൂഷൻ രണ്ടും ആഡ് ചെയ്യണം. അങ്ങനെ വിൽ ഗോ ഫോർ വാട്ട്? Due to Q1. First W due to Q1. That is, I am going to write WAC. Distance എടുക്കാം അല്ലേ? Suppose this is RAC and this is RBC. Right? Right. So WAC എന്ന് പറഞ്ഞാൽ W is equal to the V into Q അല്ലേ? It is potential into charge. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്താ വരിക? What is the potential here? It is VQ1. In the VQ1, that is a potential due to A. അല്ലേ? സീന് ഇവിടെ ഇപ്പോൾ സീൻ്റെ കാര്യത്തിൽ എൻ്റെ മാത്രം കോൺട്രിബ്യൂഷൻ നോക്കുമ്പോൾ ബി പൊത്തി പിടിക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെയല്ലേ ഉള്ളൂ അല്ലേ? സോ ക്ലോസ്ഡ്. സോ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഹിയർ? സിയിൽ എ കാരണമുള്ള പൊട്ടൻഷ്യൽ. സോ ഐ റൈറ്റ് ഇറ്റ് ആസ് വാട്ട്? വി ഡ്യൂ ടു Q1 അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു Q1 ചാർജ് ഇൻ ടു ഏത് ചാർജിനെ ഞാൻ സിയിലേക്ക് കൊണ്ടുവന്നിരുത്താൻ പോണേ? Q3നെ. Right? So what becomes VQ? That is K അല്ലെങ്കിൽ 1/4 pi epsilon naught charge by distance between them is RAC and the charge is Q3. Clear out വെക്കിന്? Right. Now next to the WBC. WBC എന്ന് പറഞ്ഞാൽ എന്താ? That is right. What will be the work done to bring or charge from infinity to C when it is in the presence of charge at B? എന്തായിരിക്കും? അപ്പോൾ A പൊത്ത് എന്തായിരിക്കും? W is equal to V into Q. എന്തിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ പ്രസൻസിലായിരിക്കണേ? ബിയിലുള്ള പോയിന്റിൽ ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ. സോ ഇറ്റ് ഇസ് V due to Q2 into ഏത് ചാർജിനെ കൊണ്ടുവന്ന് വയ്ക്കാൻ പോണേ? Q3 ചാർജ്. സോ ഇറ്റ് ബിക്കംസ് 1/4 pi epsilon naught Q2 divided by R BC into Q3. Clear around? So what will be the total charge at C? WC will be equal to AC plus BC. That is രണ്ടിൻ്റെ കോൺട്രിബ്യൂഷൻ അല്ലേ? ഇവർ രണ്ടുപേരുടെ കോൺട്രിബ്യൂഷൻ. സോ ജസ്റ്റ് സമ്മേഷൻ എഴുതിയാൽ മതി. 1/4 pi epsilon naught Q1 Q3 by RAC plus 1/4 pi epsilon naught Q2 Q3 by RBC അല്ലേ? അപ്പോൾ ഈ എന്തൊക്കെ ഉണ്ട്? എത്ര വർക്ക് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ? 3 ആൾക്കാരുണ്ടെങ്കിൽ 3 ടൈപ്പ് വർക്ക് ഉണ്ട്. എൻ്റെ മൊത്തം വർക്ക്, ബിയിലുള്ള മൊത്തം വർക്ക്, പിന്നെ സിയിലുള്ള മൊത്തം വർക്ക്. സോ 3 ചാർജിൻ്റെ സിസ്റ്റം എടുക്കുമ്പോൾ the total work will be equal to WA plus WB plus WC. You have to add it totally. What is WA? 0. What is WB? You return it here. WAB എന്നാണ് എഴുതിയിരിക്കുന്നത്. You indicated or I am indicating this is WB. 1/4 pi epsilon naught Q1 Q2 by RAB. What is WC? രണ്ടെണ്ണം വരുന്നുണ്ട്. 1/4 pi epsilon naught Q1 Q3 by RAC plus 1/4 pi epsilon naught 1/4 pi epsilon naught Q2 Q3 by RBC. The same repetition എഴുതി. So this is the total work done due to 3 system of charges. ക്ലിയർ ആയിരിക്കണേ? അപ്പോൾ സപ്പോസ് n നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെങ്കിൽ ഇനി എന്ത് എഴുതും? സമ്മേഷനായിട്ട് എഴുതണം അല്ലേ? നമ്മൾ നേരത്തെ ചെയ്യാറുള്ളതല്ല. ടോട്ടൽ വർക്ക് ഡൺ സിഗ്മ. നിങ്ങൾ നോക്കിയേ, ഇവിടെ ഇവിടെ 1 എഴുതണമല്ലേ? ഇവിടെ 1 അല്ലേ എഴുതിരുന്നത്? ഇവിടെ 1. സോ ഐ വിൽ റൈറ്റ് 1. റൈറ്റ്. Q1 Q2 Q1 Q3 Q2 Q3 അല്ലേ? അപ്പോൾ അതായത് എല്ലാ ടേംസും എല്ലാ ചാർജസിൻ്റെ ടേംസും വന്നിട്ടുണ്ടാവും എല്ലാ മൊത്തത്തിലുള്ള ഇക്വേഷനിൽ. സോ ഐ വിൽ റൈറ്റ് ഇറ്റ് ആസ് ഫോർ ഓൾ പവേഴ്സ്. റൈറ്റ്. ആൻഡ് Q 2 ചാർജ് വേണം അല്ലേ? K എന്ന് എഴുതിയിരുന്നത് 1/4 pi epsilon naught കോമൺ ആണ്. ഈ പവേഴ്സ് ഐയും ജെ എന്ന്
അല്ലേ 1 2 എ ബി വന്നിട്ടുണ്ട് അല്ലേ 1 2 എന്ന് പറയുന്നത് എ ബിന് പിന്നെ 1 3 എന്ന് പറഞ്ഞാൽ എ സി അല്ലേ സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ആർ ഐ ജെ റൈറ്റ് മൾട്ടിപ്പിൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും ആദ്യത്തിൽ ഐ 1 ആണെങ്കിൽ നെക്സ്റ്റ് ടേം 2 ആയിരിക്കാം 1 2 നെക്സ്റ്റ് ഇത് 2 ആണ് 3 2 3 പിന്നെ 1 3 1 3 പിന്നെ ഒരു നാലാമത്തെ ചാർജ് 1 4 1 4 2 4 2 4 ക്ലിയർ ആവുമ്പോഴേക്കിന് 3 4 3 4 ക്ലിയർ സോ ഇങ്ങനെ എല്ലാം ടോട്ടൽ വർക്ക് എടുത്തു കഴിഞ്ഞാൽ യു നോ വാട്ട് ഇസ് വർക്ക് യു ആർ ഡൂയിങ് എ വർക്ക് ഇൻ വാട്ട് സെൻസ് യു ആർ ബ്രിങ്ങിങ് എ ചാർജ് ഫ്രോം ഇൻഫിനിറ്റി അപ്പോൾ ഈ വർക്കിന് തന്നെയാണ് നമ്മൾ എന്താ പറയുക potential energy. So this is the basic equation for potential energy for 3 charges or you can say more than 3 charges. Clear ആയിരിക്കുന്നു. Now we'll do a small problem guys. NCERT le third question. And the question is 2 charges are given 2 microcoulomb and minus 2 microcoulomb. That is they are a dipole. And are placed at points A and B 6 centimeter apart. So I'm going to draw a figure guys. This is A, this is B, this is 2 microcoulomb minus 2 microcoulomb and this is 6 centimeter apart. Right. Now you're asked identify an equipotential surface of the of the system. That these two point charges ഉള്ളിടത്ത് എവിടെയാണ് equipotential surface ഉണ്ടാവുക ഇത് ഏറ്റവും എളുപ്പമുള്ളതാണ് ഏത് പോയിന്റാണ് ഇവിടെ നിന്ന് ഇക്വിഡിസ്റ്റന്റ് ആവുന്നത് നടുക്ക് അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എവിടെ ആയിരിക്കും ഇക്വറ്റോറിയൽ ലൈനിൽ അതായത് 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ സിമ്പിളുള്ള കാര്യമല്ലേ ഈ പോയിന്റ് അല്ലേ ഇവിടെ നിന്ന് ഇക്വിഡിസ്റ്റന്റ് ആയിരിക്കും ഇവിടെ നിന്ന് ഇക്വിഡിസ്റ്റന്റ് ആയിരിക്കും അവിടുത്തെ നെറ്റ് പൊട്ടൻഷ്യൽ ഇവിടുത്തെ ഈ പോയിന്റ് സിയിൽ എന്തായിരിക്കും നെറ്റ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദീസ് 2 ചാർജസ് 0 ആയിരിക്കും അല്ലേ ഇവിടെ മൈനസ് അല്ലേ അപ്പോൾ സിയിലുണ്ടാവുന്ന പൊട്ടൻഷ്യൽ 0 ആണ് at each point on the line. The potential is 0 at each point on the line which passes through the midpoint of AB and perpendicular to it. So a plane right? I'm not going to draw it like this. Clear right? And the potential 0 suppose V is due to VA plus VB. VA and equation than potential area. What is V's equation? K into Q by R. So V and K. Q and then 2 into 10 to power minus 6 divided by R and the area 3 centimeter it is 0.03 plus VB minus Q on same minus 2 into 10 to power minus 6 divided by 0.03 1 same quantity minus 1 what will the potential be 0 so V എന്ന ഈ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ VC എന്ന ഈ പോയിന്റിൽ പൊട്ടൻഷ്യൽ 0 ആണ് അപ്പോൾ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും ഈ ഒരു പോയിന്റിൽ അപ്പോൾ അത് കൂടെ ഒരു ലൈൻ വരച്ച് അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാം പൊട്ടൻഷ്യൽ 0 ആയിരിക്കുമല്ലോ so there is a point or that the plane is having an equipotential surface there clear ആയിരിക്കുന്നു right now the second part of the question, what is the direction of electric field at every point on the surface? This surface electric field in direction ആണ് ചോദിച്ചിട്ടുള്ളത് അതിപ്പോൾ തന്നെ പകുതി പേർക്ക് നമ്മുടെ തിയറി സെക്ഷനിൽ ഞാൻ കഴിഞ്ഞതാണ് what was the equation hope you remember this is the second part this is the first part right now second part ൽ നോക്കുക നമ്മൾ നേരത്തെ ഓർമ്മ ഉണ്ട് മൈനസ് ഇ ഡി ആർ എന്ന് എടുത്തത് ഡി ആർ അല്ലെങ്കിൽ ഡി എൽ എന്ന് എടുത്തല്ല ഡി എക്സ് എടുക്കാം Now, equipotential surface എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഉണ്ടാവില്ല അല്ല എല്ലായിടത്തും സെയിം പൊട്ടൻഷ്യൽ ആകുമ്പോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സ്മോൾ പൊട്ടൻഷ്യൽ വിൽ ബി വെരി സ്മോൾ ഓർ ഇറ്റ് വിൽ ബി 0 അങ്ങനെയാണെങ്കിൽ ഇ ഡി ആർ വിൽ ബി ഈക്വൽ ടു 0 അല്ലേ സോ ഇ ഡി ആർ എന്ന് പറഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റ് അല്ലേ റൈറ്റ് സോ ദ ആംഗിൾ ഡോട്ട് പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്താ ഡോട്ട് എന്താ കോസ് അല്ലേ അപ്പോൾ തീറ്റ എന്തായിരിക്കണം 90 ഡിഗ്രി ദാറ്റ് മീൻസ് ഇ വിൽ ബി perpendicular is always normal ഈ ഡയറക്ഷനിലായിരിക്കും ക്ലിയർ ആവുണ്ടെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കി എന്താ പറയുന്നത് ഡി വി ഇസ് ഇക്വൽ ടു മൈനസ് ഡി ആർ ഇ ഡി ആർ നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ now equipotential surface means there is no potential difference between ഈ സിംഗിൾ പോയിന്റ് ഇവർ തമ്മിലുള്ള പോയിന്റുകളിൽ തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലെങ്കിൽ ഡി വി എന്താണ് 0 ആണ് dv 0 ആണെങ്കിൽ I will equate here 0 so minus EDR is equal to 0 or EDR is equal to 0 dot product EDR cos theta is equal to 0 electric field 0 അല്ല dr 0 അല്ല അപ്പോൾ എന്തായിരിക്കണം
കോസ് തീറ്റ ആയിരിക്കണം 0. അതിനർത്ഥം തീറ്റ എന്തായിരിക്കണം 90 ഡിഗ്രി. തീറ്റ ഇസ് ആംഗിൾ ബിറ്റ്വീൻ ഇ ആൻഡ് ഡി ആർ. ഏത് പോയിന്റ് എടുത്താലും ഡിസ്റ്റൻസുകൾ. അപ്പോൾ ഈ ഡയറക്ഷൻ എന്തായിരിക്കും 90 ആയിരിക്കും. ഇതിന് മുമ്പ് വി ഹാവ് പ്രൂവ്ഡ് ഇറ്റ് ഓൾസോ വാട്ട് ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. സെക്കൻഡ് പ്രോപ്പർട്ടി ആയിട്ട് വി ഹാവ് ടേക്കൺ ഇറ്റ്. ക്ലിയർ?